PS പ്രശാന്ത് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു കൂസലുമില്ലാതെയാണ് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത്. പ്രശാന്തിന് പേടിയില്ല. പ്രശാന്തിലേക്ക് അന്വേഷണം നീളില്ല എന്ന ധൈര്യമാണോ അതോ കുറ്റം ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസമാണോ പ്രശാന്തിനുള്ളത്? ഇത് രണ്ടും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രശാന്ത് അങ്ങനെ ഒരു ആത്മവിശ്വാസം ആദ്യം മുതലേ കാണിക്കുന്നുണ്ട്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് ചാടി CPM വന്ന ഉടൻ തന്നെ പ്രശാന്തിനെ എങ്ങനെയാണ് ഇത്ര ഉന്നതമായ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM കൊണ്ടുപോയത്? അതിനകത്ത് തീർച്ചയായിട്ടും എന്തോ ഒരു തട്ടിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വരില്ല. അതുകൊണ്ട് പ്രശാന്തും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. കാരണം ഇവരെ അത്രയും സ്വർണം തട്ടിച്ചെടുത്തിട്ടില്ലെങ്കിലും സ്വർണം തട്ടിപ്പിന്റെ ഒരു അറ്റംപ്റ്റ് വന്നിരിക്കുന്നു. അതാണ് പ്രശാന്തിന്റെ പേരിലുള്ളത്. അദ്ദേഹത്തിന്റെ സമയത്തും ആ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ദാരുവാല ശില്പങ്ങളും ആ വാതിലിന്റെ പടികളും മറ്റതും ചെന്നൈ കൊണ്ടുപോയപ്പം അത് ഇവിടുന്ന് കൊടുത്തു വിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈക്കൂടെ അല്ല എന്ന് ഖ്യാതിയൊക്കെ പറയുന്നുണ്ട്. അതിൽ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം അതിൻ്റെ ഒരു പാർട്ടായല്ലോ. അദ്ദേഹം ചെന്നൈയിൽ അത് കൊടുത്തുവിട്ടില്ല. അത് കൊടുത്തുവിട്ടില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അത് നേരിട്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം ലഭിക്കാതെ നേരിട്ട് കൊണ്ടേ കൊടുത്തിട്ട് വന്നു എന്നാൽ അതെന്ത് പർപ്പസിനെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇൻവേരിയബിലി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതെ ഈ കേസിന്റെ അന്വേഷണം കംപ്ലീറ്റ് ആവില്ല. ഈ കേസിൽ അഴിമതി നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേസിനെ എങ്ങനെയാകും ബാധിക്കുക? അത് കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് അതിന് മനസ്സിലാകുന്നത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഈ കേസിൽ പ്രതിയായി സ്വർണം മുട്ടിച്ചവരാരൊക്കെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിറ്റ ആ കഥാപാത്രങ്ങളെ നമ്മളറിയാം. വിറ്റതിൻ്റെ പണം എങ്ങോട്ട് ഒഴുകി അത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളിലേക്ക് പണം വന്നില്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ വെളിയിലാവുമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഈ കേസ് വിജിലൻസിലേക്കൂടെ പോകുന്നത്. കാരണം അതിലേക്കുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് എംപ്ലോയിയാണ് ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളെല്ലാം. അവർ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പറ്റിയൊരു അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സാധനം എടുത്ത് വിറ്റോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ തട്ടിപ്പിൻ്റെ കമ്മീഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ ഉണ്ടെന്ന് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ വിജിലൻസിലോട്ട് ഇപ്പം അത് പോകില്ല. അതുകൊണ്ട് പലർക്കും പണം ലഭിച്ചിരിക്കുന്നു. ആരൊക്കെ പണം കൈപ്പറ്റി എന്നുള്ള കാര്യത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടന്നു വരാൻ, അതുകൊണ്ട് അതേപ്പറ്റി ലഭിച്ച വിവരങ്ങൾ വെച്ച് വിജിലൻസിലേക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും വിജിലൻസിന് ഒരു കേസ് എടുക്കും. ആ കേസിനകത്ത് പണം ലഭിച്ചവരെ മുഴുവൻ പ്രതിയാക്കി അവരെ അറസ്റ്റ് ചെയ്യും. 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷയുള്ള കാര്യങ്ങളാണ് PC ആക്ടിനകത്ത് കിടക്കുന്നത്. ഇത് മറ്റുള്ള കാര്യങ്ങൾ തട്ടിപ്പും സ്വർണം തട്ടിക്കൊണ്ടുപോക്കലും ഗൂഢാലോചനയും ശബരിമലയിലെ സ്വർണത്തിന്റെ അംശങ്ങൾ മുഴുവൻ കടത്തിയതൊക്കെ പ്രത്യേക ഒരു കേസാണ്. വിജിലൻസി വരുന്ന വേറൊരു കേസാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായി പണം സമ്പാദിച്ചു PC ആക്ടിനകത്ത് വരുന്ന ഒരു കേസാണ് വിജിലൻസി വരുന്നത്.